പുതിയങ്ങാടി ആണ്ട് നേർച്ചയ്ക്ക് ആന ഇടഞ്ഞ സംഭവം നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരിക്കുകയാണല്ലേ. നമ്മൾ പുതിയങ്ങാടിയിലെ തത്സമയ ദൃശ്യങ്ങളായിരുന്നു നിങ്ങൾ ഈ കാണുന്നിട്ടോ. ആന ഇടഞ്ഞതിൻ്റെ മുന്നേക്കുള്ള വരവുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ? അപ്പോൾ നേർച്ച നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാനുള്ളത് വെട്ടം പുതിയങ്ങാടി ഔലിയ യാഹൂ തങ്ങളുടെ 172ാമത് ആണ്ട് നേർച്ചയുടെ ഭാഗമായിട്ട് വന്നാണ്. അങ്ങനെ പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഞാൻ ആകെ വന്നത് ഫസ്റ്റത്തെ ദിവസം വന്നിരുന്നു, രണ്ടാമത്തെ ദിവസം ഇട്ടോ. മൂന്നാമത്തെ ദിവസം എനിക്ക് വേറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എത്താൻ പറ്റിയില്ല. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആന ഇടഞ്ഞത് വളരെ വേദന നിറഞ്ഞൊരു കാഴ്ച തന്നെയായിരുന്നു. ഒരു ചേട്ടനെ എടുത്തിട്ട് തൂക്കി എറിയുന്ന കാഴ്ചയൊക്കെ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. അങ്ങനെയൊന്നും ഇനി ഇല്ലാണ്ടിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മളെ പ്രാർത്ഥന. എന്തായാലും ഒരു ജാതിമത ഭേദമന്യേ നമ്മളെല്ലാവരും കൊണ്ടാടുന്ന വലിയൊരു നേർച്ചയാണ്. നമുക്ക് ഏറ്റവും വലിയൊരു ആഘോഷമാണ്. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഈ ആന ഇടയാൻ കാരണം എന്താണെന്നുള്ളത് ഇത് രണ്ടാം ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. ഈ ഗജവീരൻ രണ്ടാം ദിവസത്തെ വരവിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇവൻ പുലിയാണ്, നല്ല അനുസരണമൊക്കെ ഉള്ളതാണ്. പിന്നെ ഇടഞ്ഞാലെല്ലാം കണക്കാണ്. ഈ ഇടയാനുള്ള കാരണം നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും പുതിയങ്ങാടി നേർച്ച അടുത്ത വർഷവും ഇതിലേറെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ സാധിക്കട്ടെ. കൂടുതൽ വ്യത്യസ്തമാർന്ന വരവുകളിൽ ഉള്ള നല്ല നല്ല കാഴ്ചകളും കൂടി നമുക്ക് കാണാൻ സാധിക്കട്ടെ അല്ലേ. കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നല്ല നല്ല കിടിലം വരവുകൾ വരട്ടെ എന്നുള്ളതും കൂടിയാണ് നമ്മളെ പ്രാർത്ഥന. എന്തായാലും അടിപൊളിയായിരുന്നു. ഒരു നാടിൻ്റെ എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിനപ്പുറം പുറത്തുനിന്നും, അതായത് കേരളത്തിന് പുറത്തുനിന്ന് വിദേശത്തു നിന്നടക്കം ഒരുപാട് പേര് പ്രവാസ ലോകത്തു നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് അവർ ഇതിനായിട്ട് വന്നവരുണ്ട്. അവിടെ വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയൊരു ഉത്സവം തന്നെയായിരുന്നു ഈ ഒരു ഔലിയ തങ്ങളുടെ ആണ്ട് നേർച്ച എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമാകാൻ പറ്റി. ഈ ഒരു ആന ഇടഞ്ഞ ഒരു സംഭവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു.